ഇന്ന് സൂസുവിന്റെ വീടിന്റെ പാലുകാച്ചലാണ്. ആ, അത് ഇന്നായിരുന്നോ? നമുക്ക് നേരത്തെ തന്നെ പോകണം. എത്ര ദിവസമായി നമ്മൾ ഫംഗ്ഷന് പോയിട്ട്? അത് ശരിയാ. പിന്നെ സൂസൊക്കെ ഇത്തിരി പരിഷ്കാരിയാണ്. നിങ്ങൾ ഈ കോലത്തിലൊന്നും അങ്ങോട്ട് പോകണ്ട. നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അവിടെ കുറെ VIPs ഒക്കെ ഉണ്ടാവും അവളുടെ ഗസ്റ്റുകളായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഏത് ഡ്രസ് ഇടണ്ട്? നിങ്ങൾക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡ്രസ് ഇട്ടിട്ട് വേണം പോവാൻ. നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? അതൊക്കെ അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയത്? ഒരു പ്രഷർ കുക്കറാണ് വാങ്ങിയിട്ടുള്ളത്. അവരൊക്കെ പൈസക്കാരല്ലേ, അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ? അവര് പൈസക്കാരായിക്കോട്ടെ, പക്ഷെ നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ആ, അത് ശരിയാ. സംസാരിച്ചത് മതി, ഇനി എല്ലാരും വേഗം പോയി റെഡിയാവ്. ഞാനും റെഡി ആവാൻ പോവാണ്. ഇവരൊന്നും ഇതുവരെ റെഡിയായി വന്നില്ലേ? അമ്മ എന്റെ കഴിഞ്ഞു. ഇതെന്ത് കോലാടി? ഇതാണ് ഇപ്പത്തെ കൊറിയൻ ഫാഷൻ അമ്മ. നിന്റെ ഒരു കൊറിയൻ ഫാഷൻ? നീ കൊറിയക്കല്ലല്ലോ പോണത്, ഫംഗ്ഷൻ ഇവിടെ കേരളത്തിൽ തന്നെ അല്ലേ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഡ്രസ്സ് വല്ലതും ഇട്. ഒരു ഫാഷൻ സെൻസ് ഇല്ലാത്ത അമ്മ. ആ, ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ഓ, ഇതാണല്ലോ അടിപൊളി. പിന്നെ അധികം സമയമല്ല, അവരോടും കൂടി വേഗം റെഡി ആവാൻ പറ. അമ്മ, ഞങ്ങൾ റെഡി. എങ്ങനെയുണ്ട് ഞങ്ങളെ ഡ്രസ്? ഡ്രസ്സൊക്കെ രസമുണ്ട്, പക്ഷെ ഇവളെന്തിനീ പൊട്ടക്കണ്ണട വെച്ചിക്കണത്? ആ സോഡ കുപ്പി കണ്ണാടി ഈ ഡ്രസ്സിന് മാച്ച് ആവൂല. പിന്നെ മാച്ച് നോക്കിയിട്ടാണല്ലോ കണ്ണടക്ക് വെക്കണത്. അമ്മക്കൊരു ഫാഷൻ സെൻസ് ഇല്ല, ഇപ്പൊ അങ്ങനെ കാണമ്മ. ഇത്ര സെൻസ് മതി. ഈ സെൻസ് കൊണ്ട് ഇത്രയും കാലം ജീവിച്ചില്ലേ. എന്നാ വേഗം ഇറങ്ങുക, ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. എന്ത് ഭംഗിയായിട്ടാണല്ലേ വീട് അലങ്കരിച്ചിട്ടുള്ളത്. അവരൊക്കെ പൈസക്കാരല്ലേ, അതിന്റെ ആർഭാടം അവരെ ഫംഗ്ഷനിലും കാണൂലേ. ഒരു സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട് അല്ലേ? അതെ അതെ, ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള വീട് ഞാൻ കാണുന്നത്. ഞാനും. ഈ ആർഭാടം ഫുഡിലും ഉണ്ടായാൽ മതിയായിരുന്നു. അത് പിന്നെ കാണാതിരിക്കോ? സൂസാന്റെ അല്ലേ പൊങ്ങച്ചം കാണിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കാണിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്ക്, സൂസു വരുന്നുണ്ട്. എന്താ രമണി ലേറ്റ് ആയത്? ഒന്നുമില്ലാന്നേ, ഈ പിള്ളേരൊക്കെ റെഡി ആയപ്പത്തിനും സമയം വൈകി. പിന്നെ ഈ കൂറവേഷം ഇടാനാണല്ലോ ഇത്ര സമയം എടുക്കണത്. അതിനൊക്കെ എന്റെ മക്കള്, അവരെ ഒരുക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യനെ ഞാൻ USA വരുത്തിയതാ. വെറും 5 ലക്ഷം രൂപ മാത്രമായിട്ടുള്ളൂ. 5 ലക്ഷോ? ആന്നേ, അവരിപ്പോഴും ഒരുങ്ങി തീർന്നിട്ടില്ല. ഇനിയും അരമണിക്കൂറും കൂടി എടുക്കും. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഈ നെക്ലേസ്? 10 ലക്ഷം രൂപയാണ് വില. അടിപൊളിയായിട്ടുണ്ട് സൂസു. അല്ല രമണിയെ, നിനക്ക് ഇതേപോലെ നെക്ലേസ് വാങ്ങിട്ടൂടെ? ഞങ്ങൾ സാധാരണക്കാരാ സൂസു. നിനക്ക് 5 ലക്ഷമൊക്കെ ചെറുതായിരിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് അതൊക്കെ വളരെ വലുതാണ്. ഇപ്പോഴുള്ള സുഖത്തിനൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ അങ്ങനെ പൊങ്ങച്ചം കാണിക്കാറില്ല ആന്റി. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് അത്യാവശ്യം സൗന്ദര്യം ഉള്ളതുകൊണ്ട് മേക്കപ്പ് ഇടാറില്ല. ഇവറ്റകളോട് വർത്താനം പറഞ്ഞാൽ ശരിയാവൂല. തള്ളട പോലെ അത്ര പാവല്ല മക്കള്. ഓ, നിങ്ങൾ ഇന്ന് വേഗം അകത്തോട്ട് ചെല്ലേ. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. എന്തായിരുന്നു തള്ളയുടെ പൊങ്ങച്ചം? എന്തൊരു അഹങ്കാരി അവര്. എന്തായാലും അവർക്ക് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനൊന്നും പറയണ്ട മോളെ. അവര് പൊങ്ങച്ചം കാണിക്കണത് അവരെ വിവരക്കേടുകൊണ്ടാണ്. അവർക്ക് പൊങ്ങച്ചം കാണിച്ചാൽ പോരാ, അല്ലാതെ നമ്മൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ജ്യൂസ് ജ്യൂസ്. ആ, എനിക്ക് വേണം ജ്യൂസ്. മാഡത്തിന് വേണ്ടേ? എനിക്ക് വേണ്ട മോനെ, തണുപ്പുള്ളതൊന്നും ഞാൻ കഴിക്കാറില്ല. എന്നാ മാഡം അങ്ങോട്ട് വാ, അവിടെ ചായയും കാപ്പിയൊക്കെ ഉണ്ട്. ഞാൻ വരാം മോനെ. രമണി, എന്റെ മക്കൾ ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? നല്ല ബോറായിട്ടുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അവർ കേൾക്കും. എന്താ രമണി പിറുപിറുക്കണത്? ഒന്നുമില്ല സൂസു, വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇവരെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ ഡിസൈനറെ വെച്ച് ചെയ്യിപ്പിച്ചതാ. 2-3 ലക്ഷം രൂപയായി. 3 ലക്ഷോ? അതെ, അതന്നെ ഇപ്പൊ കുറഞ്ഞു പോയോന്ന് എന്റെ സംശയം. പിന്നെ ഞങ്ങളെ VIP ഗസ്റ്റൊക്കെ അപ്പുറത്തുണ്ട്. ഞാൻ എന്റെ മക്കൾ അവരൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ.
ഇവരെൻട്രിക്കായിട്ട് അവര് കാത്തിരിക്കാണ്. അമ്മ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം പോവാ. ഇവരുടെ പൊങ്ങച്ചം കേട്ട് മടുത്ത്. ഇതിലും നല്ലത് വരാതിരിക്കണതായിരുന്നു. ശരിയാ മക്കളെ, നമുക്ക് ഇവിടെ ഒന്നും ശരിയാവൂല. നമുക്ക് വേഗം പോവാൻ നോക്കാം.